അപ്പോൾ അതിൽ നിന്ന് മാറ്റി അവരെ എങ്ങോട്ടേക്കാണ് നമ്മൾ താമസിപ്പിക്കാൻ കഴിയുക, KSCBയുമായിട്ട് ആലോചിച്ച് ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആദ്യമായിട്ട് ആലോചിക്കുന്നത്. അക്കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ക്യാമ്പിലൊന്ന് പോകുന്നുണ്ട്. പിന്നെ പുതിയ നടപടിക്രമങ്ങളനുസരിച്ചുള്ള പ്രവർത്തനം എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൂടിയാലോചനയും ഒരു ഇൻവെസ്റ്റിഗേഷനും ആവശ്യമുണ്ട്. അതുവരെ താൽക്കാലികമായി റിപ്പോർട്ട് ലഭിക്കുന്നിടം വരെ പണി നിർത്തിവെക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം ജില്ലാ കളക്ടർ കൊടുക്കുന്നുണ്ട്. അടിയന്തര ധനസഹായം എന്തെങ്കിലും അത് എന്താണ് സാധാരണ നിലയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തുടരും. പിന്നെ ഇത് കൂട്ടായ ആലോചന ആവശ്യമുണ്ടല്ലോ, ഇത്തരം ഒരു പ്രശ്നമല്ലേ. അവരുടെ കാര്യങ്ങളിൽ ഒരു കൂട്ടായ ആലോചന ഉണ്ടാവും. ഗവൺമെന്റ് അക്കാര്യത്തിൽ പരിഗണനാകരമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. 3 മണി എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്. 3 മണി എന്നുള്ള മനസ്സിലാക്കിയത്. റോഡിന്റെ നിർമ്മാണ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഈ മണ്ണ് ഈ കട്ടിങ് എടുക്കുന്നതുമായി അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് NHന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, PWD, LSTD, അതോടൊപ്പം തന്നെ നമ്മുടെ സോയിൽ കൺസർവേഷൻ, ജിയോളജിസ്റ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രതിനിധി, അവരെല്ലാം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അവർ 2 ദിവസം കൊണ്ട് ഈ ഏരിയ എല്ലാം പരിശോധിക്കും. അത് റോഡിന് മുകളും താഴെയും ഉള്ള പ്രദേശങ്ങളിൽ ഇതിന്റെ സാധ്യതകളും ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പഠനങ്ങളെല്ലാം നടത്തി ഒരു റിപ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കളക്ടർക്ക് കിട്ടിയതിന് ശേഷമായിരിക്കും തുടർ നടപടി ആകാവുള്ളൂ എന്നുള്ള വിവരം ജില്ലാ കളക്ടർ ഇന്ന് അവരെ അറിയിക്കുന്നുണ്ട്. NH തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മളിവിടുന്ന് പെട്ടെന്ന് ഒരു വാസ്കുലർ സർജറി സെക്ഷനുള്ള ഒരു ആശുപത്രി വേണമെന്നുള്ളതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓടിയെത്താൻ കഴിയുന്ന രാജഗിരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഞാനൊന്ന് പോയിട്ടുവരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.